ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. പ്രത്യേകിച്ച് എൻ്റെ പേരിൽ എന്തോ പിരിവ് നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല. ഞാൻ അറിഞ്ഞിട്ടല്ല, എൻ്റെ സമ്മതത്തോടു കൂടിയല്ല. മനസ്സിലായോ? ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ അസുഖത്തിന് വേണ്ടി പിരിക്കണം എന്ന് ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധിയുടെ പേരിൽ ഇനിയിപ്പോൾ പല ആൾക്കാരും ഇറങ്ങാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട്. അതായത് പല തരത്തിലും ഞാൻ പറഞ്ഞല്ലോ, രേണു സുധിയെ വിറ്റ് തിന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. അതായത് ആൽബത്തിന്റെ മറവിലായിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഒരു കാരണവശാലും 10 പൈസ അതായത് അവരറിയാതെ നിങ്ങൾ ഒരാൾക്ക് പോലും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇവിടെ പലരും വന്ന് പലതും പറയുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ രേണു സുധിക്ക് നമുക്ക് എല്ലാവർക്കും കൂടി കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ തോന്നുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ നമ്പറിലേക്ക് അയച്ചു കൊടുത്തോ, അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ മാനേജറുടെ നമ്പറില്ലേ അവരെ വിളിച്ച് അന്വേഷിച്ചിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുത്തോ. അപ്പൊ അല്ലാതെ നിങ്ങളൊരു 10 പൈസ പോലും വേറെ ഒരാളുടെ പേരിലും കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സഹായിക്കേണ്ടത് അങ്ങനെയും സഹായിക്കാം, അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൂട്ടമായിട്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഞണ്ണലും വരും. അതുകൊണ്ടാണ് പറയുന്നത്, നല്ല രീതിയിൽ തിന്നും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, രേണുസുധി ഒരുത്തനെയും വിശ്വസിക്കേണ്ട കേട്ടാ, ഒരുത്തനെ പോലും വിശ്വസിക്കേണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഉപയോഗിച്ചത്, അതായത് നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി നിങ്ങൾക്കും അതിൻ്റെ പങ്ക് കിട്ടിയിട്ടുണ്ടാകും. പക്ഷെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിമും പണവും തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരാളെയും വിശ്വസിക്കേണ്ട. ഇന്നീ കാണുന്ന വെളുക്കെ ചിരിച്ചു വരുന്ന ഒരാൾ പോലും ഒരാത്മാർത്ഥതയുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ രേണുസുധീൻ്റെ അടുക്ക വെളുക്കെ ചിരിച്ച് ഒരുപാട് പേര് ചെല്ലുന്നുണ്ടാകും. അവർക്കൊക്കെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയാണോ? ഒന്നുമല്ല. കുറേയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കിത് വരണടി, അയ്യോ രേണു, അയ്യോ ഇങ്ങനെ കരയുകയും ചെയ്യും. അതേ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിനക്കിത് വേണടി എന്ന് പറയുന്നവർ തന്നെയാണ്. ഇപ്പൊ സിബിൻ എന്ന് പറയുന്ന ഒരുത്തൻ, ചിരിക്കൊടുക്ക സിബിൻ എന്നാണ് അവന്റെ പേര് നിറഞ്ഞത്. അവനെ പോലെയുള്ള ആൾക്കാർ അവനെന്ത് ചെയ്ത് അറിയാം, അവനങ്ങ് നേരിട്ടങ്ങ് എഴുതി വിട്ടു. മനസ്സിലാക്കണം നിങ്ങൾ, അവന്റെ ആ മാനസികാവസ്ഥ, അതായത് ഇതുപോലെയുള്ള മാനസികാവസ്ഥയുള്ള സാഡിസ്റ്റുകള് ഒരുപാടെണ്ണം നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊന്നും അല്ല, ഒരുപാടെണ്ണം നാട്ടിലുണ്ട്. അതായത് ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലൊന്ന് പക്ഷെ പ്രവൃത്തി ഒന്ന്, അങ്ങനെ കാണിക്കുന്ന ഒരുപാട് ടീമുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ രേണുവിനെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് നേരിട്ട് കൊടുത്തോ. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, അവരെ ഞാൻ പറഞ്ഞല്ലോ ബന്ധപ്പെട്ടിട്ട് കൊടുക്കുക. അവരെ പിന്നെ എന്താ പറയണ്ടേ, കരീഷ്മ ആരുണ്ട് അവരെ മാനേജറാന്ന് പറഞ്ഞാൽ അവരെ ബന്ധപ്പെടുക. അവരെ ബന്ധപ്പെട്ട് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നമ്പറിലേക്കാന്ന് വെച്ചാൽ അങ്ങോട്ട് കൊടുക്കുക. അത്രേ പാടുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞ് ഇതിന്റെ പേരിൽ ഇനിയിപ്പോൾ കുറേ എണ്ണം പൈസ അടിച്ചു മാറ്റാം എന്ന് കരുതിയിട്ട് നിൽക്കുന്നുണ്ടാകും. അങ്ങനെ നിൽക്കുന്നില്ല ഒന്നും പറയണ്ട, നിൽക്കും. ഇവരൊക്കെ നിൽക്കുവാണെന്ന്. പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു ചികിത്സക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്നൊക്കെ മുക്കുന്ന ഇഷ്ടംപോലെ ടീമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രേണുവിനോട് പറയാനുള്ളത് ഈ വെളുക്കെ ചിരിച്ചിട്ട് വരുന്ന ടീമുകളെ ഒന്നും അധികം വിശ്വസിക്കണ്ട, ഒരിക്കലും വിശ്വസിക്കണ്ട. ഇപ്പൊ നിങ്ങൾക്ക് സഹായം ചെയ്തവരായി കഴിഞ്ഞാൽ ഇവന്റെയൊക്കെ മനസ്സിൽ ചിലപ്പോൾ വേണോ നിനക്ക് അങ്ങനെ വേണം, ഇങ്ങനെയുള്ള ടീമുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആശ്വാസ വാക്ക് കൊടുക്കുക. ഇതുപോലെ ഈ സിബിനെ പോലെയുള്ള ഈ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, അതായത് ഇങ്ങനെ ചെറ്റ വർത്താനം പറയല്ലേടാ, എന്തിനാടാ നീയൊക്കെ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്? അതായത് നിന്റെ വീട്ടിൽ ഇപ്പോൾ അന്വേഷിച്ചപ്പോഴും നിന്റെ മക്കൾക്ക് വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, നിന്റെ വീട്ടുകാർക്ക് പോലും നിന്നെ വേണ്ട. നീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂമിക്ക് ഭാരമാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതായത് ഒരു ഉപകാരവും ഇല്ലാതെ നാട്ടുകാർക്ക് മുഴുവൻ ഉപദ്രവമായി നടക്കുന്ന ഇവനെ വീട്ടുകാരും എല്ലാവരും ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അവനെ ഒരു മനുഷ്യന്മാർക്ക് പോലും വേണ്ട. അങ്ങനെയുള്ള ഒരുത്തനാണ് വന്നിട്ട് ഒരു ഊള പോസ്റ്റുമായിട്ട് വന്നിരിക്കുന്നത്. അതായത് എന്നാൽ രേണുവിന് ആദരാഞ്ജലികൾ. എന്തൊരവസ്ഥയാണ്. എൻ്റെ അഭിപ്രായത്തിന് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ രേണുവിൻ്റെ അസുഖം മാറുമ്പോഴേക്കും അവന് കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവന് കൃത്യമായിട്ട് കിട്ടിയിരിക്കും, കിട്ടൂല എന്നൊന്നും പറയണ്ട. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് സന്തോഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിന്റെ സ്വഭാവം കൊണ്ടാണ്, അല്ലെങ്കിൽ നിന്റെ ഇതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടും കൂടി ഞാൻ പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സന്തോഷിച്ചോ, പക്ഷെ രേണു അവള് ഉയർത്തെഴുന്നേറ്റ് വരും. ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വരുവായിരുന്നു. അതായത് ഇന്നലെ ഞാൻ വായിച്ച പോലെ ഒരു സിനിമയിലൊരു ചാൻസ് ഉണ്ട്. ആ ചാൻസ് രേണു തന്നെ കൊണ്ടുപോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. രേണു പറയുന്ന ബാക്കി കാര്യങ്ങളൊന്ന് കേട്ടിട്ട് വരാം. എന്നെ കുറിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ആദരാഞ്ജലികൾ പോസ്റ്റൊക്കെ ഇടാതിരിക്കുക. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ കുഞ്ഞു മോനുണ്ട്, അവർക്കൊക്കെ കാണുമ്പോൾ അത് വിഷമമാകും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ ബെഡ്റൂമിലാണ് ഞാൻ. ഈ കൈക്ക് വയ്യ, എന്നാലും ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എനിക്ക് ഇച്ചിരി വേദന ഉണ്ടെന്ന് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്.
ഒരുപാട് പേര് എൻ്റെ അസുഖം അറിഞ്ഞ് ഒരുപാട് പേര് ആശ്വസിപ്പിക്കുന്നുണ്ട്, അതുപോലെ സഹായിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കാതെ തന്നെ. പിന്നെ ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. പ്രത്യേകിച്ച് എൻ്റെ പേരിൽ എന്തോ പിരിവ് നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല, ഞാൻ അറിഞ്ഞിട്ടല്ല. എൻ്റെ സമ്മതത്തോടു കൂടിയല്ല. മനസ്സിലായോ? ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ അസുഖത്തിന് വേണ്ടി പിരിക്കണം എന്ന്, ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്നെ സ്നേഹിക്കുന്നവര് അവര്, എനിക്ക് തോന്നുന്ന കരിഷ്മനെ വിളിക്കാറുണ്ട്, എന്നെ വിളിക്കും. എൻ്റെ കരിഷ്മ എന്ന് പറയുന്ന എൻ്റെ ഒഫീഷ്യൽ മാനേജറാണ്. അവളെ കോണ്ടാക്ട് ചെയ്താൽ മതി, അവൾ എന്നെ അറിയിച്ചോളും. നിങ്ങൾ ഒന്നെങ്കിൽ നേരിട്ട് എൻ്റെ നമ്പറുള്ളവർ നേരിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കരീഷ്മ വഴി കോണ്ടാക്ട് ചെയ്യുക, എന്നെ അവൾ അറിയിച്ചോളും കേട്ടോ. അല്ല, ഞാൻ ഒരിക്കലും ഒരു പിരിവിൻ അതാണ് പറയുന്നത്. അതായത് ഒരു കാരണവശാലും ഒരുത്തനും 10 പൈസ കൊടുത്തു പോകരുതായിരുന്നു. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസരമാക്കി മാറ്റിയെടുക്കുന്ന ഒരുപാടെണ്ണമുണ്ട്. ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനെയും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇങ്ങനെയുള്ള എന്തെങ്കിലും നക്കിത്തിന്നാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരുപാട് ടീമുകളുണ്ട്. അപ്പൊ ഇവരുടെ ആ ഒരു കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു പോസ്റ്റ് അടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പബ്ലിഷ് ചെയ്യാവേണ്ടത്. അതായത് പബ്ലിക് അറിയണം ഇന്ന ആൾക്കാരാണ് അത് വിളിച്ചിരിക്കുന്നത്, ഇന്ന ആൾക്കാരാണ് അത് ചോദിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞ് ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യതയും കൂടെ ഉണ്ട്. അതായത് കൃത്യമായിട്ട് അറിയണം ആരാണ് ഇതിന്റെ പിന്നിൽ, ആരാണ് ഈ പോസ്റ്റിന് പിന്നിൽ, അല്ലെങ്കിൽ ആരാണ് പിരിവ് നടത്തുന്നത് എന്ന് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുറത്തു വിടുക തന്നെയാണ് വേണ്ടത്. അതിൽ യാതൊരു വിധത്തിലുള്ള ഇതും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് അതിൽ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ഈ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധി സുഖമായിട്ട് വരട്ടെ, അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യന്മാർക്ക് ആർക്ക് വേണമെങ്കിലും അസുഖം വരാം. ഒരു ചെറിയൊരു പനി വന്നാൽ പോരെ, തീർന്നു കഥ, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഈ അഹങ്കരിച്ച് ഒരുപാട് കമന്റ് ഇടുന്നത് ഒന്നുമല്ല. ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ, പക്ഷേ ഈ സാഡിസ്റ്റുകൾക്ക് അതൊന്നും പ്രശ്നമില്ല. അവർക്ക് എന്താ അറിയാം, നമ്മൾ മരിച്ചാലും വേണ്ടിയില്ല, മറ്റുള്ളവന്റെ കണ്ണീര് കണ്ടാൽ മതി. അങ്ങനെ രേണു സുധിയുടെ കണ്ണീര് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, വെളുക്ക ചിരിച്ചിട്ട് ഉള്ളിലോട്ട്, അതായത് നല്ല രീതിയിൽ ചിരിക്കും, അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ കരിയും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ, ഒരുപാട് എണ്ണം നമ്മുടെ ഈ ഇടയിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രേണു സുധിയെ സംബന്ധിച്ചിടത്തോളം ഒരാളെ പോലും നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ പണത്തിന്റെ കണക്കായാലും എന്ത് കണക്കായി കഴിഞ്ഞാലും അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് നിങ്ങളുടെ അറിവോടുകൂടി തന്നെ ആയിരിക്കണം എന്നാണ് എനിക്കും പറയാനുള്ളത്. അല്ലാതെ ഈ പേര് പറഞ്ഞിട്ട് ഇനി നാളെ ഏതെങ്കിലും ഒരുത്തൻ ഇറങ്ങിയിട്ട് കുറെ പൈസ, കാരണം എന്താ വെച്ചാൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. അതായത് ഇതൊന്നുമല്ല, ഈ പല ആൾക്കാരുടെ പേരിലും തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മലയാളികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് എങ്ങനെ ഇതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും വലിക്കാം എന്ന് തന്നെയാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഇപ്പോഴും രേണു സുധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ആയുഷ്കാലം മുഴുവൻ നമുക്ക് ആരോടും വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ എന്തിന് വൈരാഗ്യം വെക്കണം? അതായത് ഓരോരോ ആൾക്കാരുടെ ഓരോ വിമർശനങ്ങൾ നമ്മൾ ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയുന്നു എന്നല്ലാതെ ആജീവനാന്തപരമായിട്ട് ഒരാളെ വെറുക്കാനോ അല്ലെങ്കിൽ ആജീവനാന്തം അവരിങ്ങനെയാണെന്ന് പറയാനൊന്നും നമ്മളാരും ഒരു വലിയ മനുഷ്യരൊന്നും അല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാവരും വൈരാഗ്യവും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അവർക്ക് രോഗം ശരിയാകട്ടെ, അവർ രോഗം ശരിയായിട്ട് വരട്ടെ, അത് വരട്ടെ. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് രേണുവിന് മാത്രമേ അസുഖമുള്ളൂ. രേണുവിന് മാത്രമല്ല, ഒരുപാട് പേർക്ക് അസുഖമുണ്ട്. ആ അസുഖമുള്ളവരൊക്കെ ചികിത്സയിൽ തന്നെയാണ്. പക്ഷെ നമ്മൾക്ക് അറിയുന്ന ഒരാളെ കാര്യമില്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് മറ്റു പലരുടെയും പറയാൻ പറ്റൂ, ഒരിക്കലും പറയാൻ പറ്റൂല. അതായത് പല ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അസുഖമുള്ളത്, അവരൊന്നും നമുക്കൊന്നും അറിയില്ലല്ലോ. പക്ഷെ രേണുവിനെ നമുക്ക് അറിയുന്നതുകൊണ്ടാണ് നമ്മൾ ഈ രേണുവിനെ പറയുന്നത് അത് എത്രയും പെട്ടെന്ന് റെഡിയായി വരട്ടെ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മനുഷ്യന്മാർ പോലും 5 പൈസ കൊടുക്കുകയും ചെയ്യരുത്. പിന്നെ സിബി എന്ന് പറയുന്നവൻ അവൻ ചിത്രത്തിലേ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടെ. നന്ദി, നമസ്കാരം.